നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിനു ശേഷം വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയെ നമ്മൾ ആക്രമിച്ച് തകർക്കും, ഇന്ത്യയെ നമ്മളിപ്പോൾ ആക്രമിച്ച് ചാരമാക്കും എന്നൊക്കെ അസീം മുനീറും ഷഹബാസ് ഷെരീഫും ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ മാസമായി. ഇന്ത്യയുടെ ആക്രമണമായെന്ന് ജെയ്ഷെ മുഹമ്മദും അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ ചോട്ട തീവ്രവാദി സംഘടനകളെല്ലാം തന്നെ പാകിസ്ഥാൻ വിട്ട കാര്യവും അടുത്തിടെ ഉണ്ടായതാണ്. ഇപ്പോൾ ഈ സെയ്ഫുള്ള കസൂരിയെ പോലെ അവിടെയൊക്കെ വളർന്നു വരുന്ന ചില തീവ്രവാദ സംഘടനകളും ചില തീവ്രവാദ ഗ്രൂപ്പുകളും ചില തീവ്രവാദികളും ഇന്ത്യക്ക് നേരെ വീണ്ടും കൊലവിളി മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ വീണ്ടും ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ബ്രഹ്മോസിന്റെ റഡാറിലാണ്. കൂടാതെ ഇന്ത്യക്ക് ഒരൊറ്റ നിമിഷം മതി പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ കയറി പാകിസ്ഥാൻ, അതായത് ആ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമായപ്പോൾ അവർ തകർന്ന മേഖലകളെല്ലാം തന്നെ പാകിസ്ഥാൻ ഒന്നുകൂടെ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇനി ഓപ്പറേഷൻ സിന്ദൂർ 2.0 വരുന്ന സമയത്ത് പാകിസ്ഥാൻ ഇനി അവിടെ പുനർനിർമ്മിക്കേണ്ട ഒരു ആവശ്യം വരില്ല. കാരണം കംപ്ലീറ്റ്ലി തച്ചുടച്ച് ചാരമാക്കാനുള്ള ഒരു തരത്തിൽ, അതായത് ഒരു ഭസ്മമാക്കാൻ അധികം അങ്ങനെ ഒരു കെൽപ്പുള്ള അങ്ങനെ കരുത്തുള്ള ആയുധങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ ഓരോ ദിവസവും DRDOയുടെ നേതൃത്വത്തിലടക്കം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ കൊലവിളി മുദ്രാവാക്യം നടത്തും അല്ലെങ്കിൽ ഭീഷണി ഉയർത്തും, അത്രത്തോളം പാകിസ്ഥാന് കിട്ടാൻ പോകുന്നത് വലിയ കനത്തിലുള്ള ഒരു ആക്രമണമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ ഇന്ത്യക്കെതിരെ പുതിയ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഉന്നത ലഷ്കർ നേതാക്കളുടെ സമീപകാല പ്രസ്താവനകളിൽ നിന്ന് ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ലഷ്കർ-ഇ-തോയ്ബയുടെ ഉപമേധാവിയും പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതിയുമായ സെയ്ഫുള്ള കസൂരി ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാശ്മീരിൽ ജിഹാദ് തുടരുമെന്ന് കസൂരി പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന് ശേഷമാണ് ഈ രണ്ട് ലഷ്കർ നേതാക്കളുടെയും പ്രസ്താവനകൾ വന്നിരിക്കുന്നത്. ലഷ്കർ-ഇ-തോയ്ബ ലാഹോറിൽ ഒരു പ്രധാന പരിപാടി നടത്തിയിരുന്നു. പരിപാടിക്കിടെ ഉന്നത ലഷ്കർ നേതാക്കൾ ഇന്ത്യക്കെതിരെ കടുത്ത ഭീഷണിയാണ് മുഴക്കിയത്. തന്റെ കേഡർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മിഷൻ കാശ്മീരിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല എന്ന് സെയ്ഫുള്ള കസൂരി പ്രഖ്യാപിച്ചിരുന്നു. കാശ്മീരിൽ തുടരുന്ന ആക്രമണത്തെ ന്യായീകരിക്കാൻ ഭീകരൻ മതപരമായ വാക്കുകളും ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. CNN ന്യൂസ് 18 കസൂരിയുടെ പ്രസ്താവനകളെ പുറത്തുവിട്ടിട്ടുണ്ട്. ഞങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കുന്നവർ ശ്രദ്ധിക്കൂ, ശരിയായ ലക്ഷ്യത്തിനായി ഞങ്ങൾ തുടർന്നും പോരാടുമെന്നാണ് കസൂരി പറയുന്നത്. ഞങ്ങളുടെ കാശ്മീരി സഹോദരി സഹോദരന്മാരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് കസൂരി പറഞ്ഞതായി ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു പുറമെ ഇന്ത്യയുടെ മുന്നറിയിപ്പുകളെ നിസ്സാരവൽക്കരിക്കാനും ഭീകരൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഭീഷണികൾക്ക് യഥാർത്ഥ മൂല്യമില്ല എന്നാണ് കസൂരി പറയുന്നത്. കൂടാതെ ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലഷ്കറിന് അറിയാമെന്നും കസൂരി തറപ്പിച്ച് പറയുന്നുണ്ട്. കേഡർമാരെ ധൈര്യപ്പെടുത്താൻ ലഷ്കർ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിനെ കുറിച്ചും കസൂരി പരാമർശിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയോട് പരാജയപ്പെട്ടതിന് ശേഷം പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI തീവ്രവാദ സംഘടനകളെ ഒന്നിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഇന്ത്യക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾ പുനർജീവിപ്പിക്കാൻ ലഷ്കർ-ഇ-തോയ്ബ ജെയ്ഷെ ഭീകരരുമായി അടുത്തിടെ ഒരു സംയുക്ത യോഗമാണ് ചേർന്നിരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത്, പാകിസ്ഥാൻ തീവ്രവാദത്തെ ഒരു മാർഗമായി ഉപയോഗിക്കുകയും എന്നാൽ നേരിട്ടുള്ള തങ്ങളുടെ പങ്കാളിത്തത്തെ നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. സെയ്ഫുള്ള കസൂരി വിളിച്ചു പറയുന്നത് തന്നെ സെയ്ഫുള്ള കസൂരിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ത്യയിൽ തന്നെ അജിത് ഡോവൽ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമി, ഈ രണ്ട് കരുത്തുറ്റ ടീമുകൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ സെയ്ഫുള്ള കസൂരിയെ വധിക്കാൻ നമുക്ക് ഇന്ത്യൻ ആർമിക്ക് ജോലി ഏൽപ്പിക്കേണ്ടതായിട്ട് വരില്ല. കാരണം അജ്ഞാതൻ തന്നെ ധാരാളമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് അജ്ഞാതനെ നമ്മൾ കളത്തിലിറക്കി കളിക്കാൻ തുടങ്ങിയത്. സ്പോട്ടിലായിരിക്കും ഈ അജ്ഞാതൻ വന്ന് പണി തീർക്കുന്നത്. കൂടാതെ സെയ്ഫുള്ള കസൂരി ഇരിക്കുന്ന സ്ഥലം സ്കെച്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരു മിസൈലിട്ട് കസൂരിയെ തീർക്കാൻ നമുക്ക് വെറും മിനിറ്റുകൾ മാത്രം മതി എന്നത് മറ്റൊരു കാര്യമാണ്.